السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله السميع العليم من الشيطان الرجيم. وما أرسلناك إلا رحمة للعالمين. വേദിയിലെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ISM മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷ്യം എന്ന പ്രമേയത്തിൽ 6 മാസത്തെ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിനകത്തും പുറത്തുമായി മലയാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെ ഈ ക്യാമ്പയിൻ, ഈ പ്രമേയം വിശദീകരിക്കുവാനാണ് ISM ക്യാമ്പയിനിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവർ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്ന ആളുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പലതും കൂട്ടിക്കടത്തിക്കൊണ്ട് മതത്തെ വികലമായി അവതരിപ്പിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യുന്നവർ തന്നെ പല കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ച് ജീവിക്കുന്നവരുണ്ട്. ഈ ആളുകളെയെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സന്ദേശത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയ ദൗത്യമാണ് ISM ഈ ക്യാമ്പയിനിലൂടെ ഏറ്റെടുത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്ന ഓരോരുത്തർക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോൾ അവിടെയുള്ള അവസ്ഥ നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്ന സമയത്ത് ജാഹിലിയ്യ കാലഘട്ടം എന്നറിയപ്പെടുന്ന ആ കാലഘട്ടത്തിൽ മദ്യപാനികളായ, വ്യഭിചാരികളായ, പരസ്പരം തർക്കിച്ചുകൊണ്ട് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന, അയൽവാസികൾ തമ്മിൽ പോലും ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവര് സ്ത്രീകൾക്ക് തനിക്ക് ജനിച്ചത് പെൺകുഞ്ഞാണ് എന്നറിഞ്ഞാൽ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന ഒരു സമൂഹം. കേവലം നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പരസ്പരം പോരാടിയിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് ആ സമൂഹത്തോട് സംസാരിക്കുകയാണ്. മസലി വ മസലുക്കും കമസലി റജുലിൻ ഇസ്തൗഖദ നാറ. എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഒരാളെ പോലെയാണ്. അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? തീ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അയാൾ തീ കത്തിച്ചു വെച്ചപ്പോ ആ തീയിന്റെ നിറം കണ്ട് ആ നിറത്തിൽ ആകൃഷ്ടരായി അതിനു ചുറ്റും പ്രാണികളും പാറ്റകളും ഒക്കെ ആ തീയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അയാൾ കത്തിച്ചു വെച്ച തീയിന്റെ നിറം കണ്ട് പ്രാണികളും പാറ്റകളും ഒക്കെ ആ തീയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാണികൾക്കറിയില്ല, പാറ്റകൾക്കറിയില്ല തീ ചൂടാണ് എന്നും ആ തീയിലേക്ക് പോയി പതിച്ചാൽ
തങ്ങളൊക്കെ കരിഞ്ഞു പോകുമെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്യുന്നു? അവിടേക്ക് പ്രാണികൾ വരുമ്പോ ആ പ്രാണികളെ തട്ടിമാറ്റുന്നു, പാറ്റകൾ വരുമ്പോ ആ പാറ്റകളെ തട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അതേപോലെയാണ്. അഥവാ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ രൂപത്തിൽ തെറ്റുകൾ ചെയ്ത്, തിന്മകൾ ചെയ്ത്, അതൊന്നും അറിയാതെ ആളുകൾ നരകത്തിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത്, ആ നരകത്തിലേക്ക് ആളുകൾ പോകാതിരിക്കാനുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞുകൊണ്ട്, പഠിപ്പിച്ചുകൊണ്ട് ആ നരകത്തിൽ നിന്ന് ആളുകളെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഇതേപോലെ നമുക്ക് വ്യക്തിപരമായി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണെങ്കിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെയ്യുന്നത്, ഓരോരുത്തരും നരകത്തിൽ ചാടാതിരിക്കുവാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുകയാണ്. എന്താണോ പറയേണ്ടത് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ സവിശേഷത ഏതെങ്കിലും ഒരു ഭാഗം മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആളുകൾക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുമ്പോൾ എന്തായിരുന്നു ചെയ്തിരുന്നത്, ഏതൊക്കെ പ്രാർത്ഥനകളായിരുന്നു ചൊല്ലിയിരുന്നത്, ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു കിടന്നിരുന്നത്, എണീക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുന്ന പ്രാർത്ഥന എന്താണ്, ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് കാലായിരുന്നു വെച്ചിരുന്നത്, ഏത് പ്രാർത്ഥനയാണ് ചൊല്ലിയിരുന്നത്, അവിടുന്ന് പുറത്തേക്ക് വരുമ്പോ എങ്ങനെയായിരുന്നു, ഓരോരുത്തരോടുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം എന്തായിരുന്നു, ഭാര്യമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പെരുമാറി, കുട്ടികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പെരുമാറി, അയൽവാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പെരുമാറി, ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും വളരെ സൂക്ഷ്മമായി തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് ഒരാൾക്ക് പകർത്താൻ കഴിയുന്ന രൂപത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലൂടെ കാണിച്ചു തന്നത് എങ്ങനെയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പ്രവാചകരെ ലോകർക്ക് മുഴുവനും കാരുണ്യമായി കൊണ്ടല്ലാതെ അള്ളാഹു താങ്കളെ നിയോഗിച്ചിട്ടില്ല. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ലോകത്തിന് മുഴുവനും കാരുണ്യമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുള്ളത്. എല്ലാവർക്കും കാരുണ്യമാണ്. കുട്ടികളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുണ കാണിക്കുന്നു, മുതിർന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണ കാണിക്കുന്നു, ശത്രുക്കളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുണ കാണിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ജൂത സ്ത്രീ വിളിക്കാണ്, വിരുന്നിന് വിളിക്കുന്നു. എന്നിട്ട് അവർക്ക് ആടിന്റെ മാംസം തയ്യാറാക്കി ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്വഹാബിയുമുണ്ട്. അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സ്വഹാബി അവിടെ വെച്ച് മരണപ്പെടുകയാണ്. അഥവാ ഈ ജൂത സ്ത്രീ ആടിന്റെ മാംസത്തിൽ വിഷം കലർത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബിക്കും നൽകിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്തിനാണ് നീ ഇത് ചെയ്തത്? അപ്പൊ അവര് പറഞ്ഞു, മുഹമ്മദ് താങ്കൾ പ്രവാചകനാണ് എന്നാണ് വാദിക്കുന്നത്. താങ്കൾ പ്രവാചകനാണെങ്കിൽ സ്വാഭാവികമായും താങ്കളെ ഇതിൽ നിന്ന് അള്ളാഹു രക്ഷിക്കും. അതല്ല, താങ്കൾ പ്രവാചകനല്ലെങ്കിൽ ഇതോടുകൂടെ താങ്കളുടെ ജീവിതം അവസാനിച്ചു കൊള്ളട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്ത്രീ പറയാണ്. അഥവാ താങ്കളെ കൊല്ലാൻ വേണ്ടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ നിനക്കതിന് കഴിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറയാണ്. ഇത് കേട്ടപ്പോ സ്വാഭാവികമായും സ്വഹാബികൾക്ക് പ്രയാസമുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ, അതേ സ്വഭാവമുള്ള ആളുകൾ, അവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകരെ ആ സ്ത്രീയെ ഞങ്ങൾ കൊലപ്പെടുത്തട്ടെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ നൽകിയ മറുപടി വേണ്ട എന്നാണ്. ആ സ്ത്രീയെ കൊലപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് അതിനെ വിട്ടയച്ചുവെങ്കിൽ ശത്രുക്കളോട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യം കാണിക്കുന്നു.
നമ്മുടെ ജീവിതത്തിലൊക്കെ ഇന്നും നമ്മൾ ഓരോ ദിവസവും ഓർത്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മളെ പല ആളുകളും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടാകും, പല ആളുകളും നമ്മളെ പരിഹസിച്ചിട്ടുണ്ടാകും, നമ്മൾ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകും. ഓരോ തവണയും നമ്മൾ ആലോചിക്കുന്നത് അതിനെക്കുറിച്ചായിരിക്കും. എന്നെ അങ്ങനെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാനത് വെറുതെ വിടില്ല, എനിക്കതിനെ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ള രൂപത്തിലായിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെയ്തത് തന്നെ കൊലപ്പെടുത്താൻ വന്ന ജൂത സ്ത്രീക്ക് മാപ്പ് നൽകുകയായിരുന്നു. കുട്ടികളോട് എങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്ന സമയത്ത് കുട്ടികൾ, പേരക്കുട്ടികൾ അദ്ദേഹത്തിന്റെ പുറത്ത് കയറിയിരിക്കുകയാണ്. കയറിയിരിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല, സുജൂദിൽ കിടക്കുന്നു, ദീർഘമായി കിടക്കുന്നു. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സ്വഹാബികളോട് പറയാണ്, ഞാന് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അവർ പുറത്ത് കയറി നിന്നത് കൊണ്ടാണ് എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാതിരുന്നത്. എന്താണെന്നറിയോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ കയറുമ്പോൾ, നമ്മളൊക്കെ നമസ്കരിക്കുമ്പോൾ കുട്ടികൾ വരാറുണ്ട്. അങ്ങനെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. അല്ലെ, പലപ്പോഴും ആദ്യമൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ നമസ്കരിക്കുകയാണെന്ന് കണ്ടാൽ വേറെ ഏതിലെങ്കിലുമൊക്കെ പോകുന്ന രൂപത്തിലേക്കായിരിക്കും നമ്മൾ അവരോട് പ്രതികരിച്ചിട്ടുണ്ടാവുക. അല്ല, കുട്ടികൾ നമസ്കരിക്കാൻ വരുമ്പോൾ നമ്മൾ അവരെ ആട്ടിയോടിക്കും. അവര് ചിലപ്പോൾ നമ്മുടെ നമസ്കരിക്കുന്നതിന്റെ അടുത്തൊന്ന് നിൽക്കുമ്പോൾ നമ്മൾ അവരെ തട്ടിമാറ്റും. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് ആ നമസ്കരിച്ച കൂലി മുഴുവനും നഷ്ടപ്പെടുന്ന രൂപത്തിൽ കുട്ടികളെ ചീത്ത വിളിക്കും. ഇത് കേൾക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവര് മനസ്സിലാക്കി, ഈ നമസ്കാരം എന്ന് പറഞ്ഞാല് നമുക്കൊന്നും അടുക്കാൻ പറ്റാത്ത എന്തോ ഒരു സാധനമാണെന്നായിരിക്കും ചെറുപ്പത്തിൽ തന്നെ കുട്ടികളൊക്കെ പഠിച്ചു വെക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് പോലും കാരുണ്യം കാണിക്കുന്നു. അവരെ മാറോട് ചേർക്കുന്നു, അവർക്ക് ഉമ്മ കൊടുക്കുന്നു, അവരോട് സ്നേഹത്തോടെ വാത്സല്യത്തോടുകൂടെ അവരെ തലോടുന്നു. അവരെന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോ അതിനെ തിരുത്തി കൊടുക്കുന്നു. അവർക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നിറയുന്നു. ആ രൂപത്തിൽ എല്ലാവരോടും കാരുണ്യം കാണിച്ചു മാതൃകയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ അവഗണിക്കുന്ന ഒരു വിഭാഗമാണ് ജീവികൾ. അല്ല, ജീവികളോട് കാരുണ്യം കാണിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഒന്നും ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാത്ത കാര്യമാണ്. പക്ഷെ ഇസ്ലാം പഠിപ്പിച്ചത് ജീവികളോട്, ജന്തുക്കളോട് കാരുണ്യം കാണിച്ചാൽ അതിനു പോലും പുണ്യമുണ്ട് എന്നാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്ത രണ്ട് സംഭവങ്ങളുണ്ട്, രണ്ട് കഥകൾ. ഒന്നാമത്തെ കഥ, ഒരു സ്ത്രീ പൂച്ചയെ കെട്ടിയിട്ട് നരകത്തിൽ പോയതാണ്. ഒരു പൂച്ചയ്ക്ക് സ്വാഭാവികമായും പൂച്ചകളെ ജീവികളാണ്, അവയെ കെട്ടിയിട്ടിട്ടില്ലെങ്കിൽ അവക്ക് തന്നെ സ്വയം ഭക്ഷണം കണ്ടെത്താൻ കഴിയും, അവക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയും. പക്ഷെ ഒരു സ്ത്രീ പൂച്ചയെ കെട്ടിയിടുന്നു, ആ പൂച്ചയ്ക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ അതിനെ അങ്ങനെ കൊല ചെയ്യുന്നു. ആ സ്ത്രീ നരകത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കഥയാണ്. രണ്ടാമത്തെ കഥ, നായക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്തിൽ പോയ കഥയാണ്. നായ മരുഭൂമിയിലൂടെ വെള്ളത്തിനു വേണ്ടി അതിന്റെ നാവും പുറത്തേക്കിട്ട് യാചിക്കുകയാണ്. ആ സമയത്താണ് ഒരാൾ വെള്ളത്തിന് ദാഹിച്ചവശനായി വെള്ളം അന്വേഷിച്ച് അവിടെ ഒരു കിണർ കണ്ടപ്പോ ആ കിണറ്റിലേക്ക് ഇറങ്ങി കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച് കയറുമ്പോഴാണ് ഈ നായയെ കാണുന്നത്. അയാൾ ചിന്തിച്ചു, ഒരു അരമണിക്കൂർ മുമ്പ് എന്റെ അവസ്ഥ ഇതായിരുന്നു, ഈ നായ ഏതവസ്ഥയിലാണോ അതേ അതിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്യും? അയാൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ അങ്ങനെ കയ്യിൽ വെള്ളം കൊണ്ടു കൊടുക്കാൻ കഴിയില്ല, കാരണം കിണറ്റിൽ നിന്ന്, കുഴിയിൽ നിന്ന് പുറത്തേക്ക് കയറണം. അതുകൊണ്ട് എങ്ങനെയാണ് വെള്ളെത്തുക? അയാളുടെ കാലിൽ ധരിച്ചിരുന്ന ഷൂ ഉപയോഗിച്ച് അതിൽ വെള്ളം നിറച്ചു. അങ്ങനെ വെള്ളം നിറച്ചാൽ മാത്രം പോരാ, കയറണമെങ്കിൽ എന്ത് ചെയ്യും? അയാൾ ആ കാലിൽ ധരിച്ചിരുന്ന ഷൂ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് അതിൽ വെള്ളം നിറച്ച് മുകളിലേക്ക് കയറി ആ നായക്ക് വെള്ളം കൊടുത്തു. അയാൾ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പച്ചക്കരളുള്ള ഏത് വസ്തുവിനോട്, ഏത് ജീവിയോട് കാരുണ്യം കാണിച്ചാലും അവർക്ക് പുണ്യമുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹാബികൾ അതേപോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണ് പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. എല്ലാവരോട്, ജീവികളോട് കാരുണ്യം, അയൽവാസികളോട് കാരുണ്യം. അയൽവാസികളെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് സംസാരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നോട് അയൽവാസികളെ കുറിച്ച് ദീർഘമായി ജിബ്രീൽ അലൈഹിസ്സലാം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാൻ വിചാരിച്ചു പോയി അയൽവാസികൾക്ക് അനന്തര സ്വത്ത് നൽകേണ്ടി വരുമോ എന്ന്. അത്രമാത്രം അയൽവാസികൾക്ക് അനന്തരാവകാശം ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കുമാറ്
അത്രമാത്രം അയൽവാസികളെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അവിടെ അയൽവാസിയുടെ ജാതി നോക്കാൻ പറഞ്ഞിട്ടില്ല, അയൽവാസിയുടെ മതം നോക്കാൻ പറഞ്ഞിട്ടില്ല, അയൽവാസിയുടെ ആദർശം നോക്കാൻ പറഞ്ഞിട്ടില്ല. അയൽവാസി ആരാണെങ്കിലും എന്റെ കൂടെ ജീവിക്കുന്ന, എന്റെ വീടിനടുത്ത് ജീവിക്കുന്ന അയൽവാസികൾ ആരാണെങ്കിലും അവരുടെ വീട്ടിൽ ഭക്ഷണമില്ല എങ്കിൽ, അവരുടെ വീട്ടിലെ അടുപ്പ് പുകഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ വിശ്വാസിയല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എങ്കിൽ, അത്രയധികം കാരുണ്യം ലോകത്ത് വിശദീകരിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ജീവിതത്തെ നമുക്കെങ്ങനെയാണ് ഉൾക്കൊള്ളാതിരിക്കാൻ സാധിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ളതാണ്. ഇസ്ലാം വിട്ടുവീഴ്ചയെ അത്യധികം പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ്. വിട്ടുവീഴ്ച എങ്ങനെയാണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ വിട്ടുവീഴ്ചയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളുണ്ട്. നിങ്ങൾക്കറിയുമോ, ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഒരാരോപണം ഉണ്ടാകുകയാണ്, വ്യഭിചാരാരോപണം. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഒരു വ്യഭിചാരാരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് നമുക്കൊക്കെ അറിയാം. സാമ്പത്തികമായ ആരോപണമാണെങ്കിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഒരു വ്യഭിചാരാരോപണം നടന്നു കഴിഞ്ഞാൽ അയാൾക്ക് തലയുയർത്തി സമൂഹത്തിൽ നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാവുക എങ്കിൽ, അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയെ സംബന്ധിച്ച് ഒരാരോപണം ഉണ്ടാകുന്നു. വിശ്വാസികളൊക്കെ കരഞ്ഞുപോയ സന്ദർഭം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണു നിറഞ്ഞ സന്ദർഭം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറെ വിഷമിച്ച സന്ദർഭം. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, രണ്ടാമത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഇത് രണ്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ കാര്യം തന്നെയാണ്. ആ സമയത്താണ് ഈ ആരോപണം നടത്തിയ ആളുകളിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹു ഉണ്ട് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയുന്നത്. മിസ്തഹ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അകന്ന ബന്ധുവാണ്. സാമ്പത്തികമായി കഴിവില്ലാത്ത, ശേഷിയില്ലാത്ത ഒരാളാണ്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓരോ മാസവും അദ്ദേഹത്തിന് സാമ്പത്തികമായ സഹായം നൽകുന്നു. മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്തു കൊടുക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ സംബന്ധിച്ചാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. പല ആളുകളും സാമ്പത്തികമായിട്ട് സഹായിക്കുമ്പോൾ തന്നെ അവരുടെ നിയ്യത്ത് പറഞ്ഞാല് ഇവര് മരിക്കുന്നത് വരെ നമ്മളോട് കടപ്പെട്ട് ജീവിക്കണം എന്നായിരിക്കും. അല്ലെ, ഞാന് ഒരാളെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ അയാൾ കേൾക്കണം. ഞാനിങ്ങനെ നടന്നു വരുമ്പോ പീടിയിൽ അയാൾ ഇരിക്കുകയാണെങ്കിൽ ഞാൻ വരുന്ന സമയത്ത് എഴുന്നേൽക്കണം, എന്നോട് കുറച്ചേരം സംസാരിക്കണം, അല്ലെങ്കിൽ ഓനൊക്കെ ഞാൻ എത്ര ചെയ്തു കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഓൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് നമ്മൾ പറയും. ആ രൂപത്തിലാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതൊന്നും ചെയ്യാൻ പോയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മകളെ കുറിച്ച്, തന്റെ പ്രിയ പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് ആരോപണം ഉന്നയിച്ച മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് നൽകിയിരുന്ന സഹായങ്ങളൊക്കെ നിർത്തിവെച്ചു. വേറൊന്നും പറയാൻ പോയില്ല. സാമ്പത്തികമായ സഹായം ചെയ്തിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർത്തിവെക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ആ വിഷയം സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങളിൽ ചില ആളുകൾ ഈ രൂപത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വ്യംഗ്യമായി ആ സംഭവത്തെ സൂചിപ്പിച്ചതിന് ശേഷം ഖുർആൻ വിശ്വാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം പൊറുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാകണം. നമ്മൾ പരസ്പരം പൊറുക്കുമ്പോഴാണ്, നമ്മൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് അള്ളാഹു നമുക്ക് പൊറുത്തു തരിക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇത് കേട്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു എങ്ങനെയായിരുന്നു മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ സഹായിച്ചിരുന്നത്,
അതിന്റെ ഇരട്ടിയിലധികം മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. സഹോദരങ്ങളെ, ഈ ചോദ്യം തന്നെയല്ലേ ഇന്നും നമ്മോട് പരിശുദ്ധ ഖുർആൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ നമസ്കരിച്ച് ദീർഘമായി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന്. പക്ഷേ നമ്മൾ നമ്മുടെ കൂടെയുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല എങ്കിൽ, നമ്മൾ അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പരസ്പരം ചെയ്തു പോയ കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന ചോദ്യത്തിന് എങ്ങനെയാണ് നമുക്ക് ഉത്തരം പറയാൻ കഴിയുക? വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകും, ചിലപ്പോൾ കുറച്ച് സാമ്പത്തികമായി നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുത്തിയതിന് നമ്മൾ ക്ഷമിക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ പലതും ചെയ്തു കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അവിടെയാണ് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ വിട്ടുവീഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച ചെയ്തു. ആരോടാണെന്നോ വിട്ടുവീഴ്ച ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അഫ്വു ഇൻദൽ മഖ്ദിറ, കഴിവുണ്ടായപ്പോഴാണ്, നിങ്ങൾ കഴിവുള്ളപ്പോൾ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. കഴിവുള്ളപ്പോഴാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. കഴിവുള്ളപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാന്ന് പറഞ്ഞാല് ഒരിക്കലും ഇനി എനിക്ക് അയാളെ തിരിച്ചടിക്കാൻ കഴിയില്ല, എല്ലാവിധത്തിലും ഞാനിതാ പരാജയപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഇന്ന് ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞ് ക്ഷമിക്കലല്ല വിട്ടുവീഴ്ച ചെയ്യാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായ സമയത്താണ് മക്കയിൽ നിന്ന് ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല രൂപത്തിലും ശത്രുക്കൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോകുന്നു. ത്വായിഫിൽ ചെന്നാൽ അവിടെ സഖീഫ് ഗോത്രമുണ്ട്. ആ സഖീഫ് ഗോത്രത്തിൽ തന്റെ കുടുംബക്കാരുണ്ട്. ആ കുടുംബക്കാർ തന്നെ സഹായിക്കും, തനിക്ക് സപ്പോർട്ട് ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ത്വായിഫിലേക്ക് പോകുമ്പോ ത്വായിഫിലെ സഖീഫ് ഗോത്രത്തിലുള്ള തന്റെ കുടുംബക്കാർ അവർ ചെയ്തത് എന്താണെന്ന് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്നതിന് പകരം അവിടെയുള്ള തെരുവ് പിള്ളേരുടെ കൈകളിൽ കല്ലുകൾ നൽകി ആ കല്ലുകൾ ഉപയോഗിച്ച് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എറിയുന്നു, കൂകി വിളിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നു. കല്ലേറ് സഹിക്കാൻ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി അവസാനം ഉർവത്ത് ബിൻ റബീഅയുടെ തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുന്ന സമയത്ത് ആ പ്രവാചകൻ തന്റെ ശരീരത്തിലേക്കൊന്ന് നോക്കി. ആ ശരീരത്തിൽ ഇവർ എറിഞ്ഞ കല്ലുകളുടെ പാടുകൾ കൊണ്ട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ആ മുറിവുകളിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്നുണ്ട്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വേദനയുണ്ടാകുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നിറഞ്ഞു പോയ സന്ദർഭം. ആ സന്ദർഭത്തിലാണ് മലക്കുൽ ജിബാൽ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകരെ, താങ്കളെ കല്ലെറിഞ്ഞ, താങ്കളെ കൂകി വിളിച്ച ഈ സമൂഹത്തെ നശിപ്പിക്കാൻ ഇതാ അള്ളാന്റെ ഉത്തരവ് വന്നിട്ടുണ്ട്, താങ്കളൊന്ന് സമ്മതിച്ചാൽ മതി, ഈ സമൂഹത്തെ മുഴുവനും നശിപ്പിച്ച് കളയാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്തിച്ചത്, ഈ സമൂഹം എങ്ങാനും നശിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർ നരകത്തിലേക്കാണ്, അവർക്ക് പിന്നീട് ഒരു ഓപ്ഷൻ ഇല്ല, അവർക്ക് നരകത്തിലേക്ക് പോകേണ്ടി വരും. എന്നാൽ അവർക്ക് കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് ചിന്തിക്കാൻ കഴിയും, അവരിൽ പല ആളുകൾക്കും ഇസ്ലാമിലേക്ക് വരാൻ കഴിയും, അവരുടെ മക്കൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ട് അവരെ ഇപ്പൊ നശിപ്പിക്കല്ല വേണ്ടത്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. പടച്ചോനെ, ഈ വിഭാഗത്തിന്, എന്നെ കല്ലെറിഞ്ഞ, എന്നെ കൂകി വിളിച്ച ഈ ജനവിഭാഗത്തിന് പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ, കാരണം അവർ അറിവില്ലാത്തവരാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അതേപോലെ വിട്ടുവീഴ്ച ചെയ്യാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം മതി, നശിപ്പിക്കണം എന്നൊരൊറ്റ വാചകം മതി, പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു കൊടുക്കണം എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത്. മക്ക വിജയിച്ച് വരുന്നൊരു രംഗമുണ്ട്. മക്ക വിജയം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരിട്ടിരുന്ന ആളുകൾ,
എല്ലാ നിലക്കും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിച്ച ആളുകളായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അവർ ഏറ്റുമുട്ടുന്ന സമയത്ത് അവർ ആരാണെന്നറിയുമോ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ അഹദ് അഹദ് എന്ന് വിളിച്ചു പറഞ്ഞ കാരണത്താൽ അദ്ദേഹത്തെ ചാട്ടവാറ് കൊണ്ട് അടിച്ചടിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കിയ ആളുകളാണ് മക്ക വിജയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ലോകത്തിന്റെ നാഥൻ ഏകനാണ് എന്ന് പ്രഖ്യാപിച്ച കാരണത്താൽ സുമയ്യ റളിയല്ലാഹു അൻഹയെ ഇരുമ്പിന്റെ ദണ്ട് പഴിപ്പിച്ചുകൊണ്ട് അവരുടെ മർമ്മത്തിലൂടെ കുത്തിക്കയറ്റി കൊലപ്പെടുത്തിയവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഉഹദ് യുദ്ധഭൂമിയിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ മൃഗീയമായി കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ നെഞ്ചു പുലർത്തി കരൾ പുറത്തെടുത്ത് കടിച്ച് ചവച്ച് തുപ്പിയ ആളുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ സമയത്തെങ്ങാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൽപ്പന പുറപ്പെടുവിപ്പിച്ചാൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയതുപോലെ തന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ ശത്രുക്കളെ മുഴുവനും കൊലപ്പെടുത്തണം എന്നൊരു കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയാൽ ആയിരക്കണക്കിന് സ്വഹാബികൾ ആ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ സുമയ്യ റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ചതുപോലെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ചതുപോലെ, യാസിർ റളിയല്ലാഹു അൻഹുവിനെയും അമ്മാർ റളിയല്ലാഹു അൻഹുവിനെയും ഉപദ്രവിച്ചതുപോലെ തന്റെ ചുറ്റും കൂടിയിട്ടുള്ള, തന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ ശത്രുക്കളെ മുഴുവനും ഉപദ്രവിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചാൽ ആ കൽപ്പന സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആയിരക്കണക്കിന് സഹാബികളുണ്ട് അവിടെ. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രതികാരം ചെയ്യാതെ തിരിച്ചയക്കുന്നത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃക. ആ മാതൃകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഘട്ടങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന് പകർന്നു നൽകിയ പാഠം അത് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളോടും അദ്ദേഹത്തിന്റെ കൂടെ ഇല്ലാത്ത ആളുകളെയും ഒരേപോലെ സ്നേഹിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി നടപ്പിലാക്കിയ നേതാവായിരുന്നു. ആരോടും എല്ലാവർക്കും ഒരേ നീതിയാണ്. തന്റെ കൂടെയുള്ളവരാണെങ്കിലും തന്റെ ശത്രുക്കളാണെങ്കിലും അവരോടൊക്കെ ഒരേപോലെ നീതി നടപ്പിലാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടത്തിലാണ് നമുക്കറിയാം, ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന് കീഴിൽ ഒരാൾ മോഷ്ടിച്ചാൽ അയാളുടെ കൈ മുറിക്കണം എന്നുള്ളതാണ് നിയമം. ആ സമയത്താണ് ബനു മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷ്ടിക്കുന്നത്. ബനു മഖ്സൂം ഗോത്രം എന്ന് പറഞ്ഞ ഒരു വലിയ ഗോത്രാണ്. അപ്പൊ ആ വലിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷ്ടിക്കുന്നു, അത് പിടിക്കപ്പെടുന്നു. സ്വാഭാവികമായും ഈ ശിക്ഷ നടപ്പിലാക്കണം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമാണ്. കാരണം വലിയൊരു ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി, അവർ മോഷ്ടിച്ചത് പിടിക്കപ്പെട്ടു, അതിനി ആളുകൾ അറിയുന്നു, അത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം ഒന്ന് സംസാരിക്കണം. ആര് സംസാരിക്കും? ആരാണ് സംസാരിക്കേണ്ടത്? ചർച്ചകൾ നടന്നു. അപ്പോഴാണ് പറഞ്ഞത് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു സംസാരിക്കട്ടെ. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എപ്പോഴുള്ള വ്യക്തിയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം പറയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു നിശ്ചയിച്ച ഒരു ശിക്ഷാവിധി, ആ വിധിക്കെതിരാണോ ഉസാമ താങ്കൾ സംസാരിക്കുന്നത്? അതിനെതിരെയാണോ താങ്കൾ ശുപാർശ പറയുന്നത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ മുൻഗാമികൾ നശിക്കപ്പെട്ടത് ഇതുകൊണ്ടായിരുന്നു. അവരിലെ പ്രമാണിമാർ തെറ്റ് ചെയ്താൽ അവരത് മറച്ചുവെക്കും. അവരിലെ ദുർബലർ തെറ്റ് ചെയ്താൽ അവർ പിടിക്കുകയും ചെയ്യും, ശിക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിൽ പോലും ഞാൻ അവരുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും എന്ന് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ ഒരു കാലഘട്ടം നമുക്കറിയാം, സ്വന്തം ആളുകൾ തെറ്റ് ചെയ്താൽ, രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും സംഘടനകളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും ഒക്കെ സ്വന്തം ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അത് മറച്ചു വെക്കുകയും മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, സ്വന്തം മകളാണെങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിന് നീതി നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് സ്വന്തത്തിനെതിരാണെങ്കിൽ പോലും.
മറ്റുള്ള ആളുകൾക്കല്ല, മക്കൾക്കെതിരെ എന്നല്ല, സ്വന്തത്തിനെതിരാണ് നീതിയെങ്കിൽ പോലും നടപ്പിലാക്കണം. നേരത്തെ ഇവിടെ ബദർ യുദ്ധത്തെ സംബന്ധിച്ച് സംസാരിച്ചു. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവരെങ്ങനെ സ്വഫാക്കി നിർത്തുകയാണ്, വരി വരിയായി നിർത്തുകയാണ്. അങ്ങനെ നിർത്തുന്ന സമയത്താണ് ആ വരിയിൽ നിന്ന് ഒരൽപ്പം മാറി നിൽക്കുന്ന സവാദ് ബിൻ അസിയ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്നറിയോ? കയ്യിലുള്ള വടി ഉപയോഗിച്ച് സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിൽ ഇങ്ങനെ കൊട്ടിയിട്ട് സ്വഫ് ശരിയാക്കി നിൽക്കൂ സവാദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ സാധാരണ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് ശരിയായി നിൽക്കുന്നു പറയാലോ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അങ്ങനെ പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകരെ, താങ്കൾ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യാൻ താങ്കൾ അനുവാദം തരണം, അവസരം തരണം. സ്വഹാബികളൊക്കെ സ്തബ്ധരായി പോയി. കാരണം അവരാദ്യമായിട്ടാണ് മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നത്. ഒരു രാഷ്ട്ര നേതാവിനോട്, ഒരു യുദ്ധം നയിക്കുന്ന നായകനോട് മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി പറയാണ്. നമുക്കറിയാം അപ്പൊ എന്തായിരിക്കും പ്രതികരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചൊന്നും പറയാൻ പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ ഷർട്ട് ഊരി കാണിച്ചു കൊടുത്ത്, തന്റെ വയറ് കാണിച്ച് തന്റെ കയ്യിലുള്ള വടി സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സവാദ്, ഈ വടി കൊണ്ട് എന്റെ വയറ്റ് തടിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യൂ സവാദ്. സ്വഹാബികളൊക്കെ കരഞ്ഞു പോവുകയാണ് ആ ഒരു സന്ദർഭത്തിൽ. സവാദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സവാദ്, എന്താണ് താങ്കളെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, നമ്മളൊരു യുദ്ധത്തിനാണ് പോകുന്നത്. ഈ യുദ്ധം കഴിഞ്ഞാൽ നമ്മൾ ഇനി കാണുമോ എന്ന്, പരസ്പരം കാണുമോ എന്നറിയില്ല. ഈ യുദ്ധത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ അവസാന നിമിഷം എന്റെയും താങ്കളുടെയും ചർമ്മം ഒന്ന് ഒരുമിച്ച് നിന്നുകൊള്ളട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന്. അവിടെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തൊരു തീരുമാനം, അത് എനിക്കെതിരാണ് നീതിയെങ്കിൽ പോലും അത് നടപ്പിലാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ അറിയാത്ത ആളുകൾ അദ്ദേഹത്തെ പഠിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആ ജീവിതം കണ്ടുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. ഒരുപാട് സംഭവങ്ങളില്ലേ. ഗ്രാമീണനായ അറബി, നമ്മൾ കാട്ടറബി എന്ന് പറയാലോ, പള്ളിയിൽ വന്ന് മൂത്രമൊഴിക്കുകയാണ്. എല്ലാവരും അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നു, ആളുകൾ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വന്ന് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. അപ്പൊ അവര് പറയും, ഇയാള് പള്ളിയിൽ മൂത്രമൊഴിച്ചു. ഇന്നൊക്കെ ആണെങ്കിൽ എന്തൊക്കെ ബഹളങ്ങൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിളിച്ചു, സ്വഹാബികളോട് പറഞ്ഞു അദ്ദേഹം മൂത്രമൊഴിച്ച സ്ഥലത്ത് വെള്ളം ഒഴിക്കാൻ. എന്നിട്ട് ശാന്തമായ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഈ പള്ളികൾ എന്ന് പറഞ്ഞാൽ അത് നമസ്കരിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയാണ്, അല്ലാതെ മൂത്രമൊഴിക്കാനും കാഷ്ടിക്കാനുമുള്ള സ്ഥലമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ ഈ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു. ആ ഒരു വലിയ വിപ്ലവമാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിലൂടെ നടത്തിയത് എങ്കിൽ, സഹോദരങ്ങളെ, ആ ജീവിതമാണ് നമുക്ക് ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. എത്രയോ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തപ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തെ സമൂഹത്തിൽ പിച്ചു ചീന്താൻ ശ്രമിച്ചപ്പോഴും അവിടെ ഇതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ, ആ ഒരു പ്രബോധനമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളിൽ ഉള്ളത്. അതിന്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടന കർമ്മങ്ങളാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി, ഇന്നലെ കണ്ണൂരും ഇന്ന് ഇവിടെ വെച്ചുമൊക്കെ നടന്നിട്ടുള്ളത്. തീർച്ചയായും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അനുധാവനം ചെയ്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി മരിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ജീവിക്കുവാനും മരിക്കുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മുറുകെ പിടിക്കുന്നവരായി മാറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും
അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.